ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്കിൻ കെയർ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് വിൻ്റർ സീസണിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ട് വല്ലാണ്ടൊരു അസ്വസ്ഥതയാണല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരു സംരക്ഷണം, അത് നമ്മുടെ ഫുൾ ബോഡിക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പായ്ക്കാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. അത് നമ്മുടെ ബോഡിയിലെല്ലാം അപ്ലൈ ചെയ്യുന്നതിനും നല്ലതാണ്. ഒരുപാട് ഡ്രൈ സ്കിന്നുള്ളവരിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ വളരെ നല്ലതാണ്. നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഏതാനും കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ആദ്യം ഞാനൊരു സ്പൂൺ കോഫി പൗഡറാണ് ഇട്ടത്. അതിലേക്ക് ഒരു സ്പൂൺ അലോവേര ജെല്ല് ചേർത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ അലോവേര ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ജെല്ലെടുത്തിട്ട്, ഞാൻ നേരത്തെ അലോവേരയുടെ ജെല്ല് തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ നല്ല നീറ്റാക്കി എടുക്കണം അലോവേര. അതിൻ്റെ ആ കറയെല്ലാം കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാകും. പിന്നെ അലോവേര ജെല്ലിനോടൊപ്പം നമുക്ക് ഒരു അര സ്പൂണ് നല്ല തേൻ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2-3 തുള്ളി നാരങ്ങ നീരും, അതേപോലെ തന്നെ ഒരു 2-3 തുള്ളി നമ്മുടെ ഗ്ലിസറിൻ ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നിന്. ഈ ഡ്രൈ ആവുന്നതിന് ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് നമ്മുടെ ഗ്ലിസറിൻ ഓയിലും നമ്മുടെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബോട്ടിലിനകത്ത് വെച്ചിരുന്നിട്ട് അത് യൂസ് ചെയ്യാം. ഇത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അല്പം വാട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് അല്പം കസ്തൂരി മഞ്ഞളും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ ബോഡിയിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് ഡ്രൈ ആവുന്നിടം വരെ ഇരിക്കുക. നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഇത് അപ്ലൈ ചെയ്തിട്ട് അങ്ങ് കുളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, അതേപോലെ ഡ്രൈ ആകുകയില്ല, നല്ല സ്മൂത്തായിട്ടിരിക്കും. ഇത് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെച്ചേക്കണം. കാരണം കോഫി പൗഡറും ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. അത് തരിയുള്ള കോഫിയാണെങ്കിൽ അത് ഇത്തിരി നേരം വെച്ചിരുന്ന് കഴിയുമ്പോഴത്തേക്ക് അത് ഇപ്പോൾ ഇത്തിരി ലൂസായിട്ടിരിക്കുമല്ലേ, ഇത്തിരി നേരം നമ്മൾ കണ്ടില്ലേ, ഞാനൊരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതങ്ങ് കട്ടിയായിട്ടുണ്ട്. അതിൽ പിന്നെ തരിയുള്ള കോഫി പൗഡറാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കുറച്ച് സമയം ഇരുന്നപ്പോൾ തന്നെ അതങ്ങ് കട്ടിയായി. ഇനി നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾ തന്നെ കാണൂ റിസൾട്ട്. ഞാൻ അധിക സമയമൊന്നും വെക്കുന്നില്ല, ഒരു 5 മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ. നിങ്ങൾ അതൊന്ന് ട്രൈ ആവുന്ന, നമ്മൾ ബാത്റൂമിൽ കയറുമ്പം ആദ്യമേ ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നിൽക്കുക. 2 മിനിറ്റ് അല്ല, ഒരു 5 മിനിറ്റോളം നമ്മുടെ തലയൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് ഡ്രൈ ആവും. എന്തായാലും നമ്മുടെ ഈ വിൻ്റർ സീസണിൽ സ്കിൻ കെയർ ചെയ്യാതെ കൊണ്ട് യാതൊരു രക്ഷയില്ല. ഇവിടെയൊക്കെ ആണെങ്കിൽ എനിക്കൊക്കെ ആണെങ്കിൽ കൈയൊക്കെ അങ്ങ് പൊട്ടും, കൈയും ചുണ്ടും കാലും എല്ലാം പൊട്ടും. അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് സ്ഥലമല്ലേ വിൻ്ററായി കഴിഞ്ഞാൽ. പിന്നീട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ഒന്നാമത് എൻ്റെ ഡ്രൈ സ്കിന്നും കൂടെയാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണിത്. അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ ഡ്രൈ സ്കിന്നുകാർ. പിന്നെ ഒരു സ്പൂണ് റോസ് വാട്ടറും ഒരു അര സ്പൂണ് ഗ്ലിസറിൻ അങ്ങനെ ഒരു അനുപാതത്തിൽ ഒരു ബോട്ടിലിനകത്താക്കി ആക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ, സ്പ്രേ ബോട്ടിലിനകത്ത് നമ്മൾ കുളിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ ദേഹത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതും ഏറ്റവും നല്ല റിസൾട്ടാണ്. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു 10 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റനിങ് ആകും കേട്ടോ. ഞാൻ ഇതൊരു 5 മിനിറ്റേ വെച്ചുള്ളൂ. നിങ്ങൾ ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക. ഞാനിതൊരു 5 മിനിറ്റ് മാത്രമേ വെച്ചുള്ളൂ. അത് ഡ്രൈ ആയിട്ടില്ല, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അത് നന്നായിട്ടൊന്നും ഡ്രൈ ആയിട്ട് പോലുമില്ല. അങ്ങനെ നമുക്കത് കഴുകി മാറ്റാം. നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുക. നമ്മൾ സ്ക്രബ് ഒന്നും ഇടണ്ട. ഇത് തരിയുള്ള കോഫി പൗഡർ ആണെങ്കിൽ നമുക്ക് അത് തന്നെ മതി. നന്നായിട്ട് ഉരച്ചൊന്ന് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ
നല്ല ക്ലീനാവും നമ്മളത് കൈയായാലും ബോഡി കംപ്ലീറ്റ് നമുക്കത് ചെയ്യാം. നമ്മളൊന്ന് നോക്കിക്കേ, നമുക്ക് 2 കൈയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയൂ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസും ടിപ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നോക്കൂ, 2 കൈയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടോ ഇല്ലയോ അത് നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ പറഞ്ഞോളൂ. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുമല്ലോ. അപ്പോൾ ഗുഡ് ബൈ ഡിയേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.